Hi friends, welcome back. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് യൂട്യൂബ് കിഡ്സ് എന്ന് പറയുന്ന ഒരു ആപ്പാണ്. ഇതിൻ്റെ ആപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് യൂട്യൂബ് കിഡ്സ് കുട്ടികൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു ആപ്പാണ്. ഇതിന് കുറേ പ്രത്യേകതകളുണ്ട്. നമ്മൾ സാധാരണയായിട്ടുള്ള യൂട്യൂബ് നമ്മൾ യൂസ് ചെയ്യുന്ന യൂട്യൂബാണ് ഇപ്പം മോസ്റ്റ് ഓഫ് 99% ഓഫ് ദ കിഡ്സ് യൂസ് ചെയ്യുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന യൂട്യൂബാണ്. ആ യൂട്യൂബിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു 95% ഓഫ് ദ വീഡിയോ കിഡ്സ് ഫ്രണ്ട്ലി അല്ല, ഫാമിലി ഫ്രണ്ട്ലി അല്ലാത്ത വീഡിയോസാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ സേഫ് അല്ല. കാരണം ഒരു വീഡിയോ കണ്ട് ആ വീഡിയോ കണ്ടതിന് ശേഷം അല്ലെങ്കിൽ റൈറ്റ് സൈഡിലോ താഴെയായിട്ടോ റെക്കമെൻഡേഷൻ പല ടൈപ്പ് വീഡിയോസാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കിഡ്സ് സേഫ് അല്ല. അതുകൊണ്ട് തന്നെയാണ് ഗൂഗിളും യൂട്യൂബും ചേർന്ന് യൂട്യൂബ് കിഡ്സ് എന്ന് പറയുന്ന പേരിൽ പുതിയൊരു ആപ്പ് റിലീസ് ചെയ്തിരിക്കുന്നത്. ഈ ആപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് 8 പ്രൊഫൈൽ വരെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓരോ കുട്ടികളുടെ പേരിൽ നമുക്ക് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനും ഓരോ പ്രൊഫൈലിലും തന്നെ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഏത് ഏജ് ലിമിറ്റാണ്, അതുപോലെ തന്നെ ടൈം കൺട്രോള്, അങ്ങനെ സ്ക്രീൻ ടൈം ലിമിറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ പറയുന്ന ഒരു രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്പാണ് യൂട്യൂബ് കിഡ്സ്. അപ്പം നമ്മളിന്ന് ആൻഡ്രോയിഡിലും ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് നമ്മളിന്ന് ഡെമോ കാണിക്കുന്നത്. ഇത് ഐഫോണിലും അവൈലബിൾ ആണ്. അപ്പം നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ മൊബൈലിലേക്ക് പോകാം. അപ്പം നമ്മൾ മൊബൈലിൽ യൂട്യൂബ് കിഡ്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോവുക. അതിൽ യൂട്യൂബ് കിഡ്സ് എന്ന് പറയുന്ന ഒരു കീവേഡ് വെച്ച് സെർച്ച് ചെയ്യുക. അപ്പോൾ യൂട്യൂബ് കിഡ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇത് ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. സപ്പോസ് നിങ്ങളുള്ള രാജ്യത്ത് ഈ യൂട്യൂബ് കിഡ്സ് അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇന്ത്യയിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ജിമെയിൽ ഐഡിയിൽ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ യൂട്യൂബ് കിഡ്സ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് പോർട്രേറ്റ് അല്ല, ഒരു ലാൻഡ്സ്കേപ്പ് മോഡൽ തന്നെയാണ് കംപ്ലീറ്റ്ലി ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പോർട്രേറ്റിൽ കാണുന്ന ഒരു ഐ സ്ട്രെയിൻ ഉണ്ടാവത്തില്ല. നമുക്ക് വലിയൊരു സ്ക്രീനിൽ തന്നെയാണ് ഇതിൻ്റെ ആപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു വലിയ സ്ക്രീനിൽ തന്നെ കിഡ്സിന് വീഡിയോസ് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ ആദ്യം ചോദിക്കുന്നത് പാരൻ്റ് ആണോ കിഡാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ പാരൻ്റ് ആയതുകൊണ്ട് തന്നെ ഐ ആം എ പാരൻ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്കൊരു വെൽക്കം സ്ക്രീൻ ഉണ്ട്. നമുക്ക് നെക്സ്റ്റ് പ്രസ് ചെയ്യാം. അതിനുശേഷം പാരൻറ്റിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ചോദിക്കുന്നത്. നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് ടൈപ്പ് ചെയ്യാം. അതിനുശേഷം കൺഫേം ചെയ്യുക. കൺഫേം ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഒരു വെൽക്കം സ്ക്രീൻ നൗ യു ക്യാൻ സൈൻ ഇൻ. നമ്മൾ ആദ്യം തന്നെ ഒരു ജിമെയിൽ ഐ ഡി വെച്ചിട്ട് നമ്മൾ ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്താൽ മാത്രമാണ് നമുക്ക് പുതിയ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഇതിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ വായിച്ച് നെക്സ്റ്റ് പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മളൊരു ജിമെയിൽ ഐ ഡി സെലക്ട് ചെയ്തിട്ടുണ്ട്. സൈൻ ഇൻ പ്രസ് ചെയ്യുക. സൈൻ ഇൻ പ്രസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്യുക. അപ്പോൾ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ലോഗിൻ ചെയ്ത ഉടനെ തന്നെ നമുക്ക് ആദ്യം തന്നെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യേണ്ട ഓപ്ഷനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ കിഡ് 1 എന്ന് പറയുന്ന ഒരു പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏജ് ലിമിറ്റ് സെറ്റ് ചെയ്യാം. നിങ്ങളുടെ കുട്ടി ഒരു 4 years ഓൾഡ് ആണെങ്കിൽ നമുക്ക് 4 years സെറ്റ് ചെയ്യാം. അതിനുശേഷം ബർത്ത് മന്ത് നമുക്കൊന്ന് സെലക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഫെബ്രുവരി. ശേഷം നെക്സ്റ്റ് പ്രസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഏജ് 4 and under സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് 5 to 7 എന്ന് പറയുന്ന ഏജ് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കുട്ടി ഇപ്പം 4 ഏജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രീ സ്കൂൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾക്ക് അതിൽ കിഡ്സ് ക്യാൻ വാച്ച് വീഡിയോസ് ദാറ്റ് പ്രൊമോട്ട് ക്രിയേറ്റിവിറ്റി, അതായത് 4 വയസ്സുള്ള കുട്ടികൾക്ക് എന്താണോ ആവശ്യം അതിന് സൂട്ടായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും റെക്കമെൻഡേഷനിൽ വരുന്നത്. നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പെൻസിൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യാം. ഇനി പുതിയ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യും. നമുക്കൊരു പ്രൊഫൈലും കൂടി ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. കിഡ് 2. അതിനുശേഷം ഏജ് മേ ബി ഒരു 7 years ഓൾഡ്. ബർത്ത് മന്ത് മേ ബി ഏപ്രിൽ. ഓക്കെ. അതിനുശേഷം നെക്സ്റ്റ് പ്രസ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് 5 to 7 സെലക്ട് ചെയ്തിട്ടുണ്ട്. മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാം. നെക്സ്റ്റ് പ്രസ് ചെയ്യാം. സെലക്ട് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് പ്രസ് ചെയ്യാം. പാരൻറ്റിനുള്ള കൺട്രോളാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അതിലെ ഡെമോ ആണ് നമുക്ക് സ്ക്രീനിൽ കാണുന്നത്. നമുക്ക് ഡൺ എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്കിപ്പം കിഡ് 1 കിഡ് 2 ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. പുതിയ പ്രൊഫൈൽ ആഡ് ചെയ്യാൻ റൈറ്റിലൊരു പ്ലസ് ബട്ടൺ കാണുന്നുണ്ട്. ഇനി ഇവിടെ നമുക്ക് താഴെ ഒരു ലോക്ക് ബട്ടൺ കാണാവുന്നതാണ്. ആ ലോക്ക് ബട്ടൺ പ്രസ് ചെയ്ത് നമ്മൾക്ക് നമ്മളുടെ സെറ്റിങ്സ് ഡീപ്പായിട്ടുള്ള സെറ്റിങ്സിലേക്ക് പോകാൻ പറ്റും. ആദ്യം തന്നെ നമുക്കൊരു കാൽക്കുലേഷനാണ് ചോദിക്കുന്നത്. ഒരു
കൺഫർമേഷന് വേണ്ടിക്ക് പാരൻ്റ് ആണെന്നുള്ള ഒരു കൺഫർമേഷന് വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ഒരു കാൽക്കുലേഷൻ ചോദിക്കുന്നത്. 6 × 5 എന്ന് പറയുന്നത് 30 ആണ്. നമുക്ക് 30 ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണമെന്ന് താഴെ കാണുന്ന സെറ്റ് മൈ ഓൺ പാസ്വേഡ് ക്ലിക്ക് ചെയ്ത് നമുക്കൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യും. സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ സെറ്റിങ്സ് ആണ് നമുക്ക് റൈറ്റ് സൈഡിൽ കാണുന്നത്. ഓഫ്ലൈൻ വീഡിയോസ്, ടൈമർ, സെറ്റിങ്സ്, അങ്ങനെ കുറേ സെറ്റിങ്സ് ഉണ്ട്. ആദ്യം തന്നെ നമുക്ക് ടൈമറിലേക്ക് ഒന്ന് പോകാം. ടൈമറിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ടൈം സെറ്റ് ചെയ്യേണ്ട ലിമിറ്റ് ഉണ്ട്. അതായത് നമ്മൾ കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കുന്ന സമയത്ത്, യൂട്യൂബ് കിഡ്സ് കാണാൻ വേണ്ടി കൊടുക്കുന്ന സമയത്ത് നമുക്കിതുപോലെ 30 മിനിറ്റ്സ് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ടൈം ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് മാക്സിമം ഒരു ടൈം കൊടുക്കാൻ പറ്റുന്നത് 60 മിനിറ്റ്സ് ആണ്. അപ്പോൾ നമുക്കിവിടെ സ്റ്റാർട്ട് ടൈമർ പ്രസ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് ടൈമർ സ്റ്റാർട്ട് ആവുന്നതാണ്. അതിനുശേഷം കുട്ടികൾക്ക് മൊബൈൽ കൊടുത്ത് 60 മിനിറ്റ്സ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ആപ്പ് ലോക്ക് ആവുന്നതാണ്. ഇനി സെറ്റിങ്സിൽ പോയിട്ട് നോക്കാം. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സെറ്റിങ്സ് നമ്മുടെ ഇമെയിൽ ID കാണാം. അതുപോലെ തന്നെ നമുക്ക് പ്രൊഫൈൽ സെലക്ട് ചെയ്യേണ്ട ഓപ്ഷനാണ് കാണുന്നത്. പിന്നെ നമുക്കിവിടെ വേറൊരു ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ സെർച്ച് ഓഫ് ആക്കേണ്ട ഓപ്ഷൻ ഉണ്ട്. കിഡ്സിന് വീഡിയോ സെർച്ച് ചെയ്യാൻ പറ്റാത്തൊരു ഓപ്ഷനാണ്. നമുക്ക് സെർച്ച് ഓഫ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്ത മുതൽ തന്നെ നമുക്കൊരു മ്യൂസിക് പ്ലേ ചെയ്യുന്നതാണ്. ആ മ്യൂസിക് ഓഫ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സെറ്റിങ്സിൽ ഓഫ് ആക്കാം. പിന്നെ സൗണ്ട് എഫക്റ്റ് നമുക്ക് ഓഫ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. കാസ്റ്റിംഗ് നമുക്കൊരു ബിഗ് സ്ക്രീനാണ് നിങ്ങളുടെ TV പ്ലേ ചെയ്യേണ്ട ഓപ്ഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓൺ ആക്കാം, അല്ലെങ്കിൽ ഓഫ് ചെയ്യാം. പിന്നെ ഉള്ളത് ലിമിറ്റ് മൊബൈൽ ഡേറ്റ. നിങ്ങൾക്ക് വൈഫൈയിൽ മാത്രം വീഡിയോ പ്ലേ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓൺ ചെയ്യാവുന്നതാണ്. ഇനി സബ് ടൈറ്റിൽ ആൻഡ് ക്ലോസ് ക്യാപ്ഷൻ നിങ്ങൾക്കിവിടെ സബ് ടൈറ്റിലിൻ്റെ ഓപ്ഷൻ ഓൺ ആക്കാൻ പറ്റുന്നതാണ്, അതുപോലെ തന്നെ ഓഫ് ആക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ പുതിയൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 4 ഡിജിറ്റ് പാസ്വേഡാണ്. അപ്പോൾ നമ്മുടെ പാസ്വേഡ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വാച്ച് ഹിസ്റ്ററി ക്ലിയർ ചെയ്യാം. നമ്മുടെ ഹിസ്റ്ററി പോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ അൺബ്ലോക്ക് വീഡിയോ, ഇത് നമ്മൾ മുമ്പ് ബ്ലോക്ക് ചെയ്തിട്ടുള്ള ഒരു വീഡിയോസ് എല്ലാം അൺബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഏറ്റവും അവസാനം കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പ്രൊഫൈലിൻ്റെ അകത്തേക്ക് പോയി നോക്കാം. Kid 1 എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ Gmail ID വെച്ചിട്ടാണ് ലോഗിൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ Kid 1, Kid 2 കാണാൻ പറ്റുന്നതാണ്. നമുക്കിവിടെ കിഡിൻ്റെ ഡീറ്റെയിൽസ്, നമ്മുടെ കുട്ടിയുടെ ഡീറ്റെയിൽസ് മാറ്റണമെന്നുണ്ടെങ്കിൽ പെൻസിൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് മാറ്റാവുന്നതാണ്. താഴെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കണ്ടൻറ് സെറ്റിങ്സ് എഡിറ്റിൽ പോകാം. നമുക്ക് എഡിറ്റിൽ പോയ ഉടനെ തന്നെ നമുക്ക് ആദ്യം സെറ്റ് ചെയ്യാൻ പറ്റുന്നത് ഏജ് ലിമിറ്റാണ്. പ്രീ സ്കൂളാണോ, യങ്ങർ ആണോ, ഓൾഡർ ആണോ. അതിനുശേഷം നമുക്ക് ഇതുപോലെ പ്രീ സ്കൂളിൻ്റെ കണ്ടൻറ്റാണ് കാണുന്നത്, സെലക്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടൻറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെർച്ചിങ് വേണോ വേണ്ടോ, ഓരോ കിഡിനും നമുക്ക് പേഴ്സണലായിട്ട് നമുക്ക് ഓണാക്കാനും ഓഫാക്കാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ഹിസ്റ്ററി, അതായത് Kid 1 കണ്ടിട്ടുള്ള ഹിസ്റ്ററി എല്ലാം ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷനാണ് കാണുന്നത്. അതുപോലെ തന്നെ പോസ് ഹിസ്റ്ററി, നമുക്ക് ഹിസ്റ്ററി, അതായത് കുട്ടികൾ വീഡിയോ കാണുന്ന സമയത്ത് ഹിസ്റ്ററി വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ഈ കാണുന്നത്. പ്രൊഫൈൽ ഡിലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മേലെ കാണുന്ന 3 ഡോട്ടിൽ പ്രസ് ചെയ്ത് ഡിലീറ്റ് ദിസ് പ്രൊഫൈൽ എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് ബാക്കോട്ട് പോകാം. എന്നിട്ട് നമുക്കൊന്ന് ആപ്പ് ക്ലോസ് ചെയ്തൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ ഒരു വീഡിയോ പ്ലേ ആവുന്നതാണ്. അപ്പോൾ ആപ്പ് ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ ഏത് കുട്ടിയാണോ ആപ്പ് ഓപ്പൺ ചെയ്യുന്നത് അവിടെ അവരുടെ പേര് സെലക്ട് ചെയ്ത് അവർക്ക് അകത്തേക്ക് പോകാൻ പറ്റുന്നതാണ്. താഴെ കാണുന്ന ലോക്ക് സെറ്റിങ്സിൽ പോയിട്ട് പാരൻറ്റിന് പല കോൺഫിഗറേഷൻ ചെയ്യാൻ പറ്റും. അപ്പം നമുക്കിപ്പം Kid 1 പറയുന്ന പ്രൊഫൈൽ സെലക്ട് ചെയ്യാം. അപ്പോൾ Kid 1 സൂട്ടായിട്ടുള്ള വീഡിയോസാണ് എന്നൊക്കെ റെക്കമെൻഡേഷനിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ സെർച്ച് ബട്ടൺ ഓഫ് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് റൈറ്റ് സൈഡിൽ നമുക്ക് സെർച്ച് ചെയ്യേണ്ട ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്കുള്ളത് മേലെ കാണുന്ന 5 കാറ്റഗറീസാണ് കാണുന്നത്. ഒന്ന് ഹലോവിൻ കാറ്റഗറി, രണ്ടാമത്തത് ഷോസ് ആണ്, മൂന്നാമത്തത് മ്യൂസിക്കായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ള വീഡിയോസാണ്, നാലാമത്തത് ലേണിംഗ് ആണ്, പഠിക്കാനുള്ള കാര്യങ്ങളാണ്. പിന്നെ 5ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എക്സ്പ്ലോർ ആണ്. കൂടുതൽ ഇതുപോലത്തുള്ള എക്സ്പ്ലോർ വീഡിയോസാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ലെഫ്റ്റ് സൈഡിൽ ടോപ്പിൽ പോയി കഴിഞ്ഞാൽ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കിഡ് പ്രൊഫൈൽ മാറ്റാനുള്ള ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് Kid 1 പോയിട്ട് ഒരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വീഡിയോയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് താഴെ റെക്കമെൻഡഡ് വീഡിയോസ് കാണാൻ പറ്റുന്നതാണ്. ഇനി അടുത്ത വീഡിയോയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നെക്സ്റ്റ് ബട്ടൺ കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വീഡിയോ സ്വിച്ച് ചെയ്യുന്നത്. താഴെ നമുക്ക് എപ്പോഴും തന്നെ ലോക്ക് ബട്ടൺ കാണാവുന്നതാണ്. ലോക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ പാരൻറ്റിൻ്റെ പാസ്കോഡ് അടിച്ച് നമുക്ക് സെറ്റിങ്സിലേക്ക് പോകാൻ പറ്റും. നമുക്ക് ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് നമുക്കൊരു ടൈമർ ഒരു 1 മിനിറ്റ് സെറ്റ് ചെയ്യാം. അപ്ഡേറ്റ്. അപ്പോൾ നമ്മൾ ടൈമർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 1 മിനിറ്റാണ്. നമുക്കൊന്ന് വീഡിയോ പ്ലേ ചെയ്യാം.
ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ടൈംസ് അപ്പ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. നമ്മളെ ടൈം ഓവർ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്ര വരെയാണ് കുട്ടിക്ക് കാണാൻ പറ്റും. ഇനി കാണണമെന്നുണ്ടെങ്കിൽ പാരൻറ്റിന് മാത്രമാണ് അതിൽ സെറ്റിങ്സ് മാറ്റാൻ പറ്റും. ഇനി പാരൻറ്റ് വന്ന് താഴെയുള്ള ലോക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മാത്രമേ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം മാറ്റാൻ പറ്റും. പുതിയൊരു ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. 18 minutes സ്റ്റാർട്ട് ടൈമർ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പുതിയൊരു ടൈം ലിമിറ്റ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ബാക്കോട്ട് പോയി നമുക്ക് പ്രൊഫൈൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇവിടെ നമുക്ക് പ്രൊഫൈൽ മാറ്റാവുന്നതാണ്. അപ്പോൾ യൂട്യൂബ് കിഡ്സ് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ സെറ്റിങ്സെല്ലാം ആവശ്യമുള്ള സെറ്റിങ്സ് നിങ്ങൾ സെറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും തന്നെ ലൈക്ക് ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ആൻഡ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.